ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും രാവിലെ എണീറ്റ് അപ്പോൾ പിന്നെ ഒന്ന് ബീച്ചൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വീഡിയോ സക്സസ് ആവും, എത്രത്തോളം വീഡിയോ എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തിനാ ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് എത്തിയേക്കുന്നത്. രാവിലത്തെ വ്യൂ ബീച്ചിൻ്റെ കുറച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്, ഇങ്ങോട്ടേക്ക് കയറിയതാണോ എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ. നമുക്ക് അച്ഛൻ അവിടെ അങ്ങെന്തോ ഉള്ള നമുക്ക് അവിടെ വരെ ഒന്ന് ഓടിക്കാം. നല്ല തണുപ്പുണ്ട്. എനിക്കങ്ങനെ ഞാൻ കുറേ കാലം ഇപ്പം രാവിലെ ഇങ്ങനെ എണീറ്റിട്ട്, പക്ഷെ നല്ല തണുപ്പുള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യ. പിന്നെ ഇന്നലെ എന്നോട് പറഞ്ഞ് രാവിലെ ബീച്ചിൽ പോവാം. ഇന്നലെ ഞാൻ ഉറക്കപ്പിച്ചിൽ എന്തോ പറഞ്ഞു, അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് പിന്നെ ഇന്നും ഇന്നലെ പിന്നെ നൈറ്റ് ഞാൻ തന്നെ പറഞ്ഞ എന്നാ പോവാ, എന്തായാലും എനിക്ക് ഇങ്ങോട്ടേക്ക് വരണം. ഞാൻ പറഞ്ഞ എന്നാ പോവാ എന്തായാലും, എന്നിട്ട് പിന്നെ ഫ്രഷ് ആയിട്ടൊക്കെ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ അങ്ങനെ പറഞ്ഞു. ആക്ച്വലി എനിക്ക് കുറച്ച് ഇതുണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്ന അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് സക്സസ്ഫുള്ളി വീട്ടിലെത്തി. ഇനി ഫ്രഷ് ആയിട്ട് നേരെ മുഴുവൻ പിന്നെയും പോകണം. ഞാനിപ്പോൾ റെഡിയായി, ബസ്സിനാണ് പോണ്ടത്. അപ്പം ഇതുവരെ ഓട്ടോ ഉണ്ട്. ഞാൻ അവിടെ എത്തിയിട്ടൊക്കെ കാണാം, കാരണം ബസ്സിൽ നിന്നൊന്നും വീഡിയോ എടുക്കൽ എനിക്ക് പറ്റുന്ന സംഭവമല്ല. ഒരു ബ്ലാക്ക് ടീഷർട്ടും നോർമൽ ഒരു ബ്ലൂ ജീൻസും ഇട്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അതാണ്. ഇപ്പം ബസ് ഇറങ്ങി മുടിയൊക്കെ അങ്ങ് പോയി, ചുമ്മാ മുന്നിൽ കുറച്ച് മുടിയൊക്കെ വെട്ടിട്ടിരുന്നു, അതൊക്കെ അങ്ങനത്തെ ചകിരി പോലെ. ഒരു റെയിൽ കടന്നിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് പോവാൻ. അപ്പുറത്തെ വീട് ഇപ്പുറത്തെ ബസ് സ്റ്റോപ്പ്, ആ ഒരു സെറ്റപ്പാണ്, നടുക്ക് റെയിലും. ഭയങ്കര ഇഷ്ടമില്ല. ഞാൻ അധികം ബസ്സിന് തന്നെയാണ് എടുത്ത്. എല്ലാവരും ഉണ്ടെങ്കിൽ അങ്ങനെ റോഡ് വഴി ഉണ്ട്, അങ്ങനെ പോകും. ഞാൻ കാണിച്ചു തരാം റെയിൽ. ഇതാണ് റെയിൽ. ഇവിടെ ഇനി മൂന്നാമത്തെ എന്തൊക്കെയോ വരുന്നുണ്ടെന്നുണ്ട്. ട്രെയിനൊന്നും ഇല്ലല്ലോ അമ്മേ. ഈ സൺലൈറ്റ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയിട്ട് കാണും. അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളോട്ട് പോയാൽ വീടെത്തും. എത്താനായി ഓൾമോസ്റ്റ്. വീട്ടിലെത്തി. പക്ഷെ എൻ്റെ 2 അനിയത്തിമാര് ഇപ്പോഴും കിടന്നുറങ്ങുക ഗൈസ്. ഞാൻ കാണിച്ചു തരാം. 2 എണ്ണം കിടന്നുറങ്ങുന്ന ഗൈസ്. ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളൊക്കെ ഞാൻ തുടങ്ങുവാണ്. ചുമ്മാ ഷോ. കുറേ പേപ്പറൊക്കെ അയച്ചിട്ട്, അപ്പോൾ പേപ്പറൊക്കെ ഒന്ന് വായിക്കാൻ വിചാരിച്ചു. എനിക്ക് ഇപ്പോൾ ട്രിക്ക് മനസ്സിലായി ഇങ്ങനെ വീടെടുക്കണമെന്ന്. കാരണം ഇങ്ങനെ എടുക്കണേ, ഇങ്ങനെ ഫോൺ വെച്ചാൽ ഞാൻ സാധാരണ തിരിച്ച് വെച്ച് അങ്ങനെയൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ഇത് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഓരോ ടൈം കൂടുമ്പോൾ ട്രെയിനിങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ജുംറോൻ്റെ ആളാണിത്. വേറൊരാളിവിടെ ഉണ്ട്, ഇപ്പോൾ വരും. ജുംറോ സാധാരണ ഇങ്ങനെ അടങ്ങിയിരിക്കാറില്ല, ഇന്നെന്തോ അടങ്ങിയിരിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ അമ്മൂൻ്റെ അടുത്തോട്ട് പോവാണ്. നോക്കണേ, ഹായ് പറയൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. ഇതൊക്കെ അമ്മൂൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ജസ്റ്റ് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലോട്ട് കുറച്ച് നടക്കാനുള്ളൂ. എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്, എന്തിനിങ്ങനെ നോക്കുന്നത്? നാട്ടുകാർക്കൊന്നും അറിയത്തില്ല എനിക്കിങ്ങനെ യൂട്യൂബ് ചാനലുണ്ടെന്ന്. സാധാരണ എല്ലാവരോടെല്ലാം പറയുന്നേ. ഇരുന്നില്ലേ? നമ്മളിപ്പോ ഇവിടെ ഉള്ള നമ്മളെ അമ്മൂന്റെ വീട്ടിൽ. അതാണ് അമ്മ.
എനക്ക് തന്നതാ. ഞങ്ങൾ ചൈനയിലെത്തി ഗൈസ്. എവിടെ എത്തിയ പറഞ്ഞാൽ എന്റെ പേരെന്താ? എന്റെ പേര് ശിവത. എന്റെ പേര് ശിവല്യ. ഇതൊക്കെ എന്റെ അനിയത്തികളാ ഉണ്ടാ. അപ്പൊ ഞങ്ങളിനി ഫുഡ് കഴിക്കണം, പിന്നെ കുറച്ച് സമയം വെറുതെ ഇരിക്കണം, പിന്നെ വൈകിട്ടാകുമ്പോൾ അമ്മമ്മയുടെ അടുത്ത് പോകണം, കുറച്ച് പരിപാടികളുണ്ട്. ഒരു ഗെയിം കളിക്കാൻ പോവാണ്. ശിവത കൈ രണ്ടാളും മേളിൽ പൊന്തിച്ച് വെച്ചിട്ട് താഴെയുള്ള സാധനം ഫസ്റ്റ് അവർ എടുക്കുന്നതാണ് ഗെയിം. നോക്കാം നമുക്ക്. അമ്മ പിണങ്ങി. ആലോചിച്ചില്ല ഇങ്ങനെ പണിഞ്ഞേ. നോക്ക് ഇനി അമ്മ ആരോടും മിണ്ടത്തില്ല, അമ്മ വ്ളോഗിൽ എഴുതില്ല, അമ്മ ഫുഡ് കഴിക്കത്തില്ല, അമ്മ ആരോടും മിണ്ടത്തില്ല. നാളിപ്പോൾ തിരിച്ച് നേരെ പിന്നെ അമ്മമ്മയുടെ വീട്ടിലോട്ട് പോവുക. ഇനി കുറച്ച് നേരം അവിടെ കുറച്ച് ഉറങ്ങണം. ഒരാൾ ഫ്രണ്ടിലുണ്ട്, ചാർജറും ഇതൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ചിക്കൻ വറുത്തതാണ് ഗൈസ്. ഉള്ളയുണ്ട്. ഇതാണ് ശാന്തമ്മ, ഇതാണ് എന്റെ അമ്മേന്റെ അമ്മ, എന്റെ അമ്മമ്മ. അതിന്റെ അപ്പുറത്ത് പോയ ആളെന്താ പോയ? അത് വേറൊരു മൂത്ത. ഇനി വേറൊരു മൂത്തയുണ്ട്, ഇനി ഒരു ഏന്റി ഉണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കത്തില്ല, അതിന് വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ഒക്കെ വെച്ച് വൈകിട്ട് എല്ലാവരും വരും. കുക്കിംഗ് ആണ് നടക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളോട് ഇതിൽ പറ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എല്ലാവരും കാണുക. അപ്പൊ ഇത് കുക്കിംഗ് കഴിഞ്ഞിട്ട് കാണാം. ജുംറൂന് നല്ല നഖമുണ്ട്, അത് വെട്ടാൻ സമ്മതിക്കുന്നില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വ്ളോഗ് ഫുൾ കണ്ടിന്യൂ ആവത്തില്ലെന്നാണ് തോന്നുന്നത്. ബിക്കോസ് സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തും, അല്ലെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. വൈകിട്ട് എല്ലാവരും വന്നിട്ട് അവരെയൊക്കെ കാണിക്കും. ലിപ്സ്റ്റിക് ഒക്കെ പോയി. വൈകിട്ട് എല്ലാവരും വേണ്ട അവരെയൊക്കെ കാണിക്കും. പിന്നെ ബിരിയാണി ഉണ്ടാക്കി. ഗൈസ് ബിരിയാണി റെഡിയായി ഗൈസ്. പായസമുണ്ട്, ഇതൊക്കെ കഴിക്കുന്ന കാണിച്ചു തരാം. ഫ്രൈ ഒന്ന്, രണ്ടാമത്തെ സെറ്റ്. ഗൈസ് ഒരു മണിക്കൂറോളം അങ്ങ് കിടന്നുറങ്ങി. ഇപ്പം എണീറ്റ്. സോ ബിരിയാണി ഉണ്ടാക്കുന്നൊന്നും വീടെടുക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങ് ഉറങ്ങി. ഫുഡ് കഴിക്കാം ഗൈസ്. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.